നമസ്കാരം. നമ്മളിന്ന് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ ചോദ്യം നോക്കാം. കാലം കണക്കാക്കലിൻ്റെ മേഖലയിൽ മെസപ്പൊട്ടോമിയൻ ജനതയുടെ സംഭാവനകൾ പരിശോധിക്കുക. മെസപ്പൊട്ടോമിയൻ ജനതയുടെ സംഭാവനകൾ പരിശോധിക്കുക എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇതാണ്. മെസപ്പൊട്ടോമിയയുടെ ജനതയ്ക്ക് അവർ കാലം കണക്കാക്കുക, അഥവാ അവരുടെ ഒരു വർഷത്തെ എങ്ങനെയാണ് അവർ തരംതിരിച്ചത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ഒരു വർഷത്തിനെ 12 മാസങ്ങളായും ഒരു മാസത്തിനെ 4 ആഴ്ചകളും ഒരു ദിവസത്തിന് 24 മണിക്കൂറുകളും ഒരു മണിക്കൂറിന് 60 മിനിറ്റുകളായും തരംതിരിച്ചിരുന്നു. അതായത് ഏറെക്കുറെ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന അതിന് സമാനമായ രീതിയിലുള്ള ഒരു കാലം കണക്കാക്കുന്ന രീതിയാണ് മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അവിടെ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ട്, ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയും അവർ വർഷം, മാസം, ദിവസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. നക്ഷത്രങ്ങളെയും രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങളെയും നിരീക്ഷിക്കാനും അവയുടെ സ്ഥാനം രേഖപ്പെടുത്താനും ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഈ നേട്ടങ്ങൾക്കെല്ലാം തന്നെ അവരെ സഹായിക്കുന്നത് മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന അവരുടെ എഴുത്തുവിദ്യയാണ്. നമുക്കറിയാം, മെസപ്പൊട്ടോമിയയിൽ വിശദമായൊരു എഴുത്തുവിദ്യ നമുക്ക് ഉണ്ടായിരുന്നു. അതിനെ ക്യൂണിഫോം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്യൂണിഫോം എന്നുള്ള ഒരു എഴുത്തുവിദ്യ മെസപ്പൊട്ടോമിയയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അവരുടെ കാലം കണക്കാക്കുന്ന രീതി പ്രധാനമായിട്ടും ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ കാലം കണക്കാക്കിയിരുന്നത്. ഒരു വർഷത്തിന് 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും ഒരു ദിവസത്തിന് 24 മണിക്കൂറുകളും ഒരു മണിക്കൂറിന് 60 മിനിറ്റുകളുമുള്ള ഒരു തരംതിരിവാണ് അവർക്കുണ്ടായിരുന്നത്. സൂര്യഗ്രഹണത്തെയും ചന്ദ്രഗ്രഹണത്തെയും കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അതുപോലെ രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയും അവയുടെ സ്ഥാനം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു മെസപ്പൊട്ടോമിയ. ഇതിനെല്ലാം അവരെ സഹായിച്ചത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ എഴുത്തുവിദ്യയാണ്. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെട്ട പേരാണ് ക്യൂണിഫോം. ഈ ക്യൂണിഫോം എഴുത്തുവിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളെയും കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 മാർക്കിനുള്ള ചോദ്യം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുൾ മാലിക് സ്വീകരിച്ച ഭരണപരമായ നടപടികൾ പട്ടികപ്പെടുത്തുക. അബ്ദുൾ മാലിക് മൂന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ്. അബ്ദുൾ മാലിക്കിൻ്റെ ഭരണ നടപടികളാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അബ്ദുൾ മാലിക് നമുക്ക് നോക്കാം. അബ്ദുൾ മാലിക് എന്ന് പറയുന്നത് മൂന്നാമത്തെ പാഠം. അബ്ദുൾ മാലിക്കിൻ്റെ പ്രധാനമായിട്ടും 3 പ്രത്യേകതകൾ മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നിട്ടുള്ളത്. അബ്ദുൾ മാലിക് എന്ന് പറയുന്നത് 685 മുതൽ 705 വരെ 685 മുതൽ 705 വരെ ഭരണം നടത്തിയിരുന്ന ഒരു നേതാവാണ്. അറബ് ഇസ്ലാമിക സ്വത്ത് ചിഹ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അബ്ദുൾ മാലിക്. അതിനായി അദ്ദേഹം സ്വീകരിച്ചത് പ്രധാനമായിട്ടും 3 നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒന്ന്, അറബിയെ ഭരണ ഭാഷയാക്കി മാറ്റി. ആ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ അഥവാ അറബി എന്ത് ചെയ്യുന്നു? ഭരണ ഭാഷയാക്കി മാറ്റുന്നു. 2, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ഇസ്ലാമികമായിട്ടുള്ളൊരു നാണയ വ്യവസ്ഥ അബ്ദുൾ മാലിക്കിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കുന്നു. 3ാമതായിട്ട് ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന ഒരു നിർമ്മിതി അദ്ദേഹം പണി കഴിപ്പിക്കുന്നു. ഇത്രയും ആണ് പ്രധാനമായിട്ടും അബ്ദുൾ മാലിക്കിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളെന്ന് പറയുന്നത്. എല്ലാം തന്നെ ഒരു അറബ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അബ്ദുൾ മാലിക് ചെയ്തിരുന്നത്. അപ്പോൾ 685 മുതൽ 705 വരെ ഭരണം നടത്തിയിരുന്ന ആളാണ് അബ്ദുൾ മാലിക്. പ്രധാനമായിട്ടും അദ്ദേഹം 3 കാര്യങ്ങളാണ് ഈ ഒരു അറബ് ഇസ്ലാമിക സ്വത്വങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ ഒരു ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അറബിയെ ഭരണഭാഷയാക്കി മാറ്റുന്നു, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കുന്നു, അതുപോലെ ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന ഒരു കെട്ടിടം അദ്ദേഹം പണി കഴിപ്പിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് അബ്ദുൾ മാലിക്കിൻ്റെ സംഭാവനകൾ. ഇതും 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ടാണ്
വന്നിട്ടുള്ളത്. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡോക്ടർ സൺയാത്ത് സെന്നിൻ്റെ 3 തത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ സൺയാത്ത് സെൻ എന്ന് പറയുന്ന അദ്ദേഹം ചൈനയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന നേതാവാണ് സൺയാത്ത് സെൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 3 തത്വങ്ങൾ എന്ന് പറയുന്നത് 1 ദേശീയത, 2 ജനാധിപത്യം, സോഷ്യലിസം. ഇത് 3മാണ് സൺയാത്ത് സെന്നിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങൾ. അപ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, ഡോക്ടർ സൺയാത്ത് സെൻ എന്ന് പറയുന്നത് ചൈനയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ആധുനിക ചൈനയുടെ സ്രഷ്ടാവ് എന്ന് വിളിക്കുന്നത് സൺയാത്ത് സെന്നിനെയാണ്. 1911 അദ്ദേഹമാണ് മഞ്ചു ഭരണകൂടത്തിനെതിരെ ചൈനയിൽ വിപ്ലവം ആരംഭിച്ചത്. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും 3 ആശയങ്ങളുണ്ടായിരുന്നു. 1 ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം. ഇങ്ങനെയുള്ള 3 ആശയങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് സൺയാത്ത് സെൻ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ രാജവംശം മഞ്ചു രാജവംശം എന്നാണ് അറിയപ്പെടുന്നത്. ചൈനയിലെ മഞ്ചു രാജവംശത്തിനെ പുറത്താക്കുന്നതും ഇതേ ഡോക്ടർ സൺയാത്ത് സെൻ തന്നെയാണ്. അതിനുശേഷമാണ് പിന്നീട് അവിടെ ചിയാങ് കൈഷക്ക്, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ചിയാങ് കൈഷക്ക് വരുന്നു. എന്നാൽ ചിയാങ് കൈഷക്കിൻ്റെ ഭരണം സൺയാത്ത് സെന്നിൻ്റെ അത്ര ഫലവത്തല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഭരണമാണ് ചിയാങ് കൈഷക്ക് അയച്ചുവെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, പിന്നീട് മാവോ സേ തുങ് വരുന്നു. ചൈനയിലൊരു ജനകീയമായിട്ടുള്ള വിപ്ലവം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ നമുക്ക് ചോദിച്ചത് ഡോക്ടർ സൺയാത്ത് സെന്നിൻ്റെ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ അഥവാ 3 തത്വങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ സൺയാത്ത് സെൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാവാണെന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന് പ്രധാനമായിട്ടും 3 ആശയങ്ങളാണുള്ളത്: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത്രയുമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ 3 ആശയങ്ങൾ. ഇത്രയുമാണ് നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലേതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതായത് 6 മാർക്കിനാണ് നമുക്കിവിടെ ചോദ്യം വന്നിട്ടുള്ളത്.